ഡിയർ ഫ്രണ്ട്സ്, ഈ ക്ലാസ്സിൽ പറയുവാൻ പോകുന്നത് ക്യാപിറ്റൽ ഫണ്ടിനെ കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ക്യാപിറ്റൽ ഫണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക. എന്താണ് ക്യാപിറ്റൽ ഫണ്ട്? ക്യാപിറ്റൽ ഫണ്ട് ഈസ് ദ എക്സസ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അസറ്റ്സ് ഓവർ ഇറ്റ്സ് ലയബിലിറ്റീസ്. Capital fund is the excess of assets over its liabilities. ഈ സെൻറ്റൻസുകൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടതായിട്ടോ എപ്പോഴെങ്കിലും നമ്മൾ പഠിച്ചതായിട്ടോ ഓർക്കുന്നുണ്ടാവും. ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയറിലെ ക്യാപിറ്റൽ പഠിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ഫണ്ടല്ല, ക്യാപിറ്റൽ പഠിച്ചിട്ടുണ്ട്. ആ ക്യാപിറ്റലിൻ്റെ മീനിങ്ങും നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ക്യാപിറ്റൽ ഈസ് ദ എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ഇറ്റ്സ് ലയബിലിറ്റീസ്. ഇക്വേഷനും നമ്മൾ ഫോം ചെയ്തു. എന്താണ് ഇക്വേഷൻ? ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്. ഇത് നമ്മൾ പഠിച്ചത് എവിടെ, എന്തിനെ പറ്റിയാണ്? ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ, പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റലിനെ കുറിച്ചാണ് പഠിച്ചത്. ഇവിടെയോ ക്യാപിറ്റൽ ഫണ്ടാ. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ക്യാപിറ്റൽ ഇല്ല, പകരം ക്യാപിറ്റൽ ഫണ്ടാ. അതെന്തുകൊണ്ടാണ്? പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഓണേഴ്സ് ഉണ്ട്. ആ ഓണേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ ഓണർ ഈസ് കാൾഡ് ക്യാപിറ്റൽ. ദാറ്റ് ക്യാപിറ്റൽ ഈസ് ദ എക്സസ് ഓഫ് ടോട്ടൽ അസറ്റ്സ് ഓവർ ഇറ്റ്സ് ലയബിലിറ്റീസ്. എന്നാൽ ഇൻ ദി കേസ് ഓഫ് not for profit organization, there is no owners, only members. Therefore there is no capital. There is no capital in the case of non profit organization because there is no owners, but it is organized by certain members ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. മാനേജ് ചെയ്യുന്നത് മെമ്പേഴ്സാണ്. അപ്പോൾ ഇവിടുത്തെ പ്രവർത്തന മൂലധനം, ജനറൽ ഫണ്ട്, വർക്കിംഗ് ഫണ്ട് എവിടുന്നാണ്? ദ ഫണ്ട് ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ മെമ്പേഴ്സ്, ജനറൽ പബ്ലിക് ആൻഡ് ഗവൺമെൻറ്. അവരുടെ കോൺട്രിബ്യൂഷനാണ് ഇവരുടെ ഫണ്ടെന്ന് പറയുന്നത്, ജനറൽ ഫണ്ടെന്ന് പറയുന്നത്. ആ ഫണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ ഫണ്ടെന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ക്യാപിറ്റൽ ഈസ് ദ excess of capital fund, not capital, the capital is not used in non-profit organization. They are used capital fund. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കാത്തത്? ക്യാപിറ്റൽ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കാത്തത് ഇവിടെ ഓണേഴ്സ് ഇല്ല. ഓണേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. പകരം ഇവിടെ ഓണേഴ്സ് ഇല്ലാത്തതുകൊണ്ട്, മെമ്പേഴ്സ് ആയതുകൊണ്ട് ഇവിടെ ക്യാപിറ്റൽ ഇല്ല. ആരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ഇല്ല, അതുകൊണ്ട് ക്യാപിറ്റൽ ഇല്ല. ഇപ്പോൾ ഇവിടെ നമ്മളെപ്പോഴും നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷനകത്ത് ഉപയോഗിക്കുന്നത് ക്യാപിറ്റലിന് പകരം ക്യാപിറ്റൽ ഫണ്ടാണ്. ആ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ഫണ്ട് ഈസ് ദ എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ഇറ്റ്സ് ലയബിലിറ്റീസ്. ക്യാപിറ്റൽ ഫണ്ട് ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. ഇതാണ് ക്യാപിറ്റൽ ഫണ്ട്. ഈ ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തും. എന്താണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നുകിൽ അവിടെ സർപ്ലസ് കിട്ടും, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഉണ്ടാവും. ഇത് നമ്മൾ നേരത്തെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ട് ഇൻക്രീസ് ചെയ്യും, ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്ത് കാണിക്കും. ഡെഫിസിറ്റ് ആണെങ്കിലോ അത് കമ്മിയാണ്, നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പോവുകയാണ് ചെയ്യുന്നത്, ഡെഫിസിറ്റ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കും, സബ്സ്ട്രാക്റ്റ് ചെയ്ത് കാണിക്കും, ഡിഡക്റ്റ് ചെയ്ത് കാണിക്കും. നോക്കൂ, എനി സർപ്ലസ് അസർട്ടൈൻഡ് ഫ്രം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഇറ്റ് ഈസ് ആഡഡ് ടു ദ ക്യാപിറ്റൽ ഫണ്ട്. ഇഫ് ദർ ഈസ് എനി ഡെഫിസിറ്റ്, ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദി ക്യാപിറ്റൽ ഫണ്ട്. This capital fund is also termed as accumulated fund or general fund.
വൈ ഈസ് ഇറ്റ് കാൾഡ് അക്യുമുലേറ്റഡ് ഫണ്ട് ഓർ ജനറൽ ഫണ്ട്? എന്തുകൊണ്ടാണ് ഇതിനെ ജനറൽ ഫണ്ട് എന്ന് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ഫണ്ട് എന്ന് വിളിക്കുന്നത്? ഞാൻ വ്യക്തമാക്കി. കാരണം ഇവിടെ ക്യാപിറ്റൽ ഇല്ല. ഇവരുടെ ഫണ്ടെന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ ജനറൽ ഫണ്ട്, അക്യുമുലേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത്. സൊസൈറ്റിയുടെ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ്, ജനറൽ പബ്ലിക്, ഗവൺമെൻറ്, ഇവരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ടാണ് ഇവരുടെ ക്യാപിറ്റൽ ഫണ്ട്. ആ ക്യാപിറ്റൽ ഫണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്യുമുലേറ്റഡ് ഫണ്ട് ഓർ ജനറൽ ഫണ്ട് എന്നും കൂടി വിളിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ട് എന്താണ്? ക്യാപിറ്റൽ ഫണ്ട് ഈസ് ദ എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ഇറ്റ്സ് ലയബിലിറ്റീസ്. ക്യാപിറ്റൽ ഫണ്ട് ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്. Any surplus, it is added to capital fund. Any deficit, it is deducted from capital fund. It is also termed as accumulated fund or general fund. This capital fund is shown on the liability side of the balance sheet. ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിലാണ് ഈ ക്യാപിറ്റൽ ഫണ്ട് കാണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചില്ലേ, ക്യാപിറ്റൽ എവിടെയാണ് കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ കാണിക്കും. ഇവിടെ ക്യാപിറ്റൽ ഫണ്ടാണല്ലോ, ആ ക്യാപിറ്റൽ ഫണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ കാണിക്കും. അതുപോലെ ആ ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ കാണിക്കുന്ന സമയത്ത് ചില ഐറ്റംസ് നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യും. ആസ് എ കോമൺ പ്രാക്ടീസ്, certain capital receipts are added to the capital fund while preparing the balance sheet. അത് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഫണ്ട് ലൈബിലിറ്റി സൈഡിൽ കാണിച്ചിട്ട് സർപ്ലസ് ആഡ് ചെയ്യും. അത് നമ്മൾ പറഞ്ഞു. സർപ്ലസ് കൂടാതെ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യുന്ന ചില ഐറ്റംസും കൂടിയുണ്ട്. ഒന്ന് ലെഗസി, ദെൻ സെക്കൻഡ് വൺ ഈസ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, then third one is entrance fees or admission, next donation in non-recurring nature, next surplus. സർപ്ലസ് നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യും. പിന്നീട് അടുത്ത ഐറ്റം ലെഗസി, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, എൻട്രൻസ് ഫീസ് ഓർ അഡ്മിഷൻ ഫീസ്, ഡൊണേഷൻ ഇൻ നോൺ റെക്കറിങ് നേച്ചർ. ഇതെല്ലാം നമ്മൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് ഇതെല്ലാം? 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യുന്ന ഐറ്റമാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. സെപ്പറേറ്റ് കാണിക്കേണ്ട, അതൊരു ഗുഡ് പ്രാക്ടീസ് അല്ല. സെപ്പറേറ്റ് കാണിക്കാതെ നമ്മൾ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്ത് കാണിക്കുന്നതാണ് ഒരു ബെറ്റർ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് സംശയം തോന്നുന്ന ചിലപ്പോൾ ഒരു ഐറ്റം ഉണ്ടാവും, ഡൊണേഷൻ ഇൻ നോൺ റെക്കറിങ് നേച്ചർ. ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഡൊണേഷൻ എത്ര തരം? 2 തരം. ഏതൊക്കെ? സ്പെസിഫിക്കും ജനറലും. സ്പെസിഫിക് എന്താണ്? ലൈബിലിറ്റി. ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ ലൈബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആസ് എ സെപ്പറേറ്റ് ഐറ്റം. ഇഫ് ഇറ്റ് ഈസ് എ ജനറൽ, ഇറ്റ് ഈസ് ആൻ ഇൻകം, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇൻകം, സോ ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ഓൺ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ജനറൽ ഡൊണേഷൻ ആണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ്. സ്പെസിഫിക് ഡൊണേഷൻ ആണെങ്കിൽ ബാലൻസ് ഷീറ്റ് ആൻഡ് ലൈബിലിറ്റി സൈഡിൽ സെപ്പറേറ്റ്. അപ്പോൾ അത് രണ്ടും വ്യക്തമാക്കി. പിന്നെ ഇവിടെ ഏതാണ് എടുക്കുന്നത്? ചില ക്വസ്റ്റിനെ ആശ്രയിച്ചിരിക്കും. ക്വസ്റ്റിനകത്ത് വ്യക്തമാക്കും പിന്നെ ഡൊണേഷനെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആക്കി ട്രീറ്റ് ചെയ്യാൻ. എന്നാൽ അവിടെ സ്പെസിഫിക് എന്ന് പറയത്തില്ല, ജനറൽ എന്നും പറയില്ല. ഇതിനെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആക്കി ട്രീറ്റ് ചെയ്യാൻ പറയും. അങ്ങനെയുള്ള റെസിപ്റ്റാണ് നോൺ റെക്കറിങ് ആയതുകൊണ്ട് ഈ പറയുന്ന ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഓർക്കുക, സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ അതായത് ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്, ഡൊണേഷൻ ഫോർ പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഓർ ഫിക്സഡ് അസറ്റ് എക്സെട്ര, അങ്ങനെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അത് ലൈബിലിറ്റിയാണ്, ലൈബിലിറ്റി സൈഡിൽ പ്രത്യേകം കാണിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് പറയാതെ വരുന്ന ഡൊണേഷൻ, ക്യാപിറ്റൽ റെസിപ്റ്റ് ആക്കി തരുന്ന ഡൊണേഷനാണ് നമ്മൾ എവിടെ ആഡ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യേണ്ടത്. പിന്നെ സർപ്ലസ്. ഇതാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഫണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അവിടെ നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കുക, ക്ലിയർ ചെയ്യുക. നിങ്ങളിത് കേട്ട് മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ ടെലിഗ്രാമിലോ വാട്സാപ്പിലോ മെസ്സേജ് ഇടുക.
ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.